വിദേശ നിർമ്മിത മദ്യം കൈവശം വെച്ച് വിൽപ്പന ഒരാൾ തങ്കമണി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി. മേലച്ചിനാർ പേരുക്കുന്നിൽ സിബിച്ചനാണ് പിടിയിലായിരിക്കുന്നത്. വിവരങ്ങളുമായി ബിജു വൈശിൻപറമ്പിൽ ചേരുന്നുണ്ട്. ബിജു, ഇയാൾ സ്ഥിരമായി ഇത്തരത്തിൽ മദ്യ വിൽപ്പന നടത്തുന്ന ആളാണോ? എപ്പോഴാണ് ഇദ്ദേഹത്തെ പിടികൂടിയത്? എന്തേരം മദ്യം പിടിച്ചെടുത്തു? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ശിവനെ, തങ്കമണി എക്സൈസ് സംഘം ഇന്നലെ രാത്രി 8:30 കൂടിയാണ് മേലച്ചിനാറിൽ നിന്നും മദ്യവിൽപ്പന നടത്തി വന്നിരുന്ന ആളെ പിടികൂടിയിരിക്കുന്നത്. സിബിച്ചൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. അതായത് മേലച്ചിനാർ സ്വദേശിയാണ് ഇദ്ദേഹം. പേരുക്കുന്നൽ സിബിച്ചൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹം ദീർഘകാലമായി മദ്യവിൽപ്പന നടത്തി വരുന്നു എന്നാണ് എക്സൈസ് സംഘം പറയുന്നത്. അതായത് ഇദ്ദേഹത്തെ കാലങ്ങളായി, അതായത് 2 വർഷത്തോളമായി എക്സൈസ് സംഘം ഉൾപ്പെടെയുള്ളവർ നിരീക്ഷിച്ചു വരികയായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തെ പിടികൂടുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇദ്ദേഹത്തെ എക്സൈസ് സംഘം നിരീക്ഷിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടിയാണ് മദ്യവിൽപ്പന നടത്തിയിരുന്നത്. ഇന്നലെ രാത്രി 8:30 കൂടിയാണ് ഇദ്ദേഹത്തെ പിടിച്ചത്. അതായത് യഥാർത്ഥത്തിൽ ഇയാളിൽ നിന്ന് 1 ലിറ്റർ മദ്യം മാത്രമാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ തീർച്ചയായും എക്സൈസ് ഓഫീസറോട് ചോദിച്ചു, എന്താണ് അങ്ങനെ കേസെടുക്കാൻ നിയമം? 3 ലിറ്റർ വരെ കൈവശം വെക്കാമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ആണ് എക്സൈസ് പറയുന്നത്, ഇദ്ദേഹം 1400 രൂപ ഓൺലൈൻ വഴി ഇതിന്റെ വില കൈപ്പറ്റിക്കൊണ്ട് കച്ചവടം നടത്തിയതായുള്ള രേഖകൾ സഹിതമാണ് പിടികൂടിയിരിക്കുന്നത്. മദ്യവിൽപ്പന നടത്തുവാൻ അധികാരമില്ല അല്ലെങ്കിൽ അവകാശമില്ല എന്നുള്ളതാണ്. അത് ആ ഒരു കുറ്റകൃത്യം പറ്റാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം വീടിനുള്ളിൽ നിന്ന് മദ്യം എടുത്തുകൊണ്ട് പുറത്തു വിൽക്കുന്നു എന്നാണ് എക്സൈസ് സംഘം പറയുന്നത്. ഇദ്ദേഹത്തിന്റെ വീടിനുള്ളിൽ മദ്യം സൂക്ഷിക്കുന്നതിനാവശ്യമായ രഹസ്യ കേന്ദ്രങ്ങളുണ്ട് എന്നും എക്സൈസ് പറയുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ഈ വിവരം അനുസരിച്ച് ഇദ്ദേഹത്തെ പിടികൂടിയതിനു ശേഷം ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഉൾപ്പെടെ ടെക്നിക്കൽ പരമായ ചില പരിശോധനകൾ എക്സൈസ് സംഘം നടത്തും. അതിനുശേഷം മാത്രമേ അത് സംബന്ധിച്ച വിശദീകരണം അല്ലെങ്കിൽ സ്ഥിരീകരണം നടത്തുവാൻ കഴിയൂ എന്നാണ് എക്സൈസ് പറയുന്നത്. എന്താണെങ്കിലും മേലച്ചിനാറ്റിൽ ഇദ്ദേഹം വ്യാപകമായി വർഷങ്ങളായി മദ്യവിൽപ്പന നടത്തുന്നു എന്ന രഹസ്യ വിവരവും അവിടുത്തെ പ്രദേശവാസികളുടെ തന്നെ മൊഴികളും ഉണ്ട് എന്നാണ് എക്സൈസ് സംഘം ഉൾപ്പെടെ പറയുന്നത്. എന്താണെങ്കിലും ഇന്നലെ രാത്രി 8:30 കൂടിയാണ് ഇദ്ദേഹത്തെ പിടികൂടിയത്. അതായത് പ്രിവന്റീവ് ഓഫീസർ പ്രിൻസ് എബ്രാഹിമിന്റെ നേതൃത്വത്തിൽ ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ ഷിയാദ്, അതുപോലെ തന്നെ ഷീന തോമസ്, സുജിത്ത്, ആനന്ദ് വിജയൻ എന്നിവരടങ്ങിയ എക്സൈസ് സംഘമാണ് ഇന്നലെ ഇദ്ദേഹത്തെ പിടികൂടിയത്. എന്തായാലും ഇപ്പോൾ നിലവിൽ തങ്കമണി എക്സൈസ് ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രതിയെ 12 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കും എന്നാണ് അറിയുന്നത്. ശിവൻ, ബിജു ഇപ്പം സൂചിപ്പിച്ചിരുന്നു, ഇയാൾ വർഷങ്ങളായി മദ്യം വിൽപ്പന നടത്തുന്നതായി സൂചിപ്പിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ ആദ്യമായാണോ ഇയാളെ സംഘം പിടികൂടുന്നത്? ഇതിനു മുമ്പ് ഇയാൾ പിടിയിലായിട്ടുണ്ടോ, അതോ ഇത് ആദ്യമായിട്ടാണോ? ശിവനെ, അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. 2 വർഷമായി ഇദ്ദേഹത്തെ നിരീക്ഷിച്ചു വരികയാണ്. ഇദ്ദേഹത്തെ പിടികൂടുവാൻ കഴിഞ്ഞിരുന്നില്ല. ഇദ്ദേഹത്തെ തങ്കമണി എക്സൈസ് സംഘം ഇത് ആദ്യമായാണ് പിടികൂടുന്നത്. മറ്റ് സമാനമായ കേസുകൾ ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ഓഫീസർ പറഞ്ഞത് അത് സംബന്ധിച്ച് അന്വേഷിച്ചു വരികയാണ്. നിലവിൽ കേസുകളൊന്നുമില്ല, ഇതാദ്യമായാണ് പിടിച്ചിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം വലിയ തോതിൽ വിൽപ്പന നടത്തുകയും അതുവഴി വലിയ സാമ്പത്തിക പരമായ നേട്ടം കൈവരിച്ച ഒരാളാണ് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഫിനാൻഷ്യലി അയാൾ സേഫ് ആണ്. പിന്നെ ഇത്തരം ഒരു കച്ചവടത്തിന്റെ ആവശ്യമില്ല. അദ്ദേഹം മറ്റ് ഭൂസ്വത്തുകൾ ഉള്ള വ്യക്തി തന്നെയാണ്. അതാണ് ആ മേഖലയിൽ നിന്ന് തന്നെ വലിയൊരു എതിർപ്പ് ഇടുവാനുള്ള കാരണം. അല്ലാതെ ഒരു ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരാൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നാണ് എക്സൈസ് സംഘവും പറയുന്നത്. ഇദ്ദേഹം വലിയ തോതിൽ തന്നെ മദ്യം സംഭരിച്ചുകൊണ്ട് വിൽപ്പന നടത്തുന്നു എന്നാണ്. എന്നാണെങ്കിൽ തന്നെ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും 1 ലിറ്റർ മാത്രമേ ഇദ്ദേഹത്തിൽ നിന്ന് പിടിച്ചിട്ടുള്ളൂ. പക്ഷേ ഇദ്ദേഹം വിൽപ്പന നടത്തിയതിന്റെ രേഖകൾ സഹിതമാണ് കോടതിയിൽ നിന്ന് ഹാജരാക്കുക. അതുകൊണ്ട് തന്നെ പ്രതിയെ റിമാൻഡ് ചെയ്യുക തന്നെ ചെയ്യും. കാരണം അതൊരു വലിയൊരു ഒഫൻസ് തന്നെയാണ്. തന്നെയുമല്ല, ഇദ്ദേഹത്തിന്റെ വീടിനുള്ളിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ ഉൾപ്പെടെ മദ്യം സൂക്ഷിക്കുന്നതിനുള്ള സൗകര്യമുണ്ട് എന്ന ആരോപണം ഉയരുന്ന സാഹചര്യത്തിൽ തീർച്ചയായും അതൊക്കെ എക്സൈസ് സംഘം ഇന്ന് പരിശോധിക്കും എന്ന് തന്നെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ശരി.